പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ജന്മദിന ആശംസകൾ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ലാലാജി മഹാരാജിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ദാജി നമുക്ക് തരുന്ന സന്ദേശങ്ങളുടെ ചർച്ചയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ സന്ദേശത്തിൽ ലാലാജി മഹാരാജിൻ്റെ ജന്മം, ബാബുജി മഹാരാജ് അതിനെ വിശേഷിപ്പിക്കുന്നത് അന്ധകാരത്തിൻ്റെ ലോകത്തിൽ ദിവ്യപ്രകാശം അവതരിച്ചു എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് അദ്ദേഹം തരുന്ന ആത്മീയ ജീവിതത്തിലെ പാഠങ്ങൾ, അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ അനിവാര്യത, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ബ്രഹ്മചര്യം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കുറിച്ച് അദ്ദേഹം പറയാറുള്ളത്, അദ്ദേഹം ഭാര്യയുടെ കൂടെ ചിലവഴിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ലാലാജി മഹാരാജിൻ്റെ സ്മരണയിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കാറില്ല എന്നാണ്. അതിനെയാണ് ഗൃഹസ്ഥാശ്രമത്തിലെ ബ്രഹ്മചര്യം എന്ന് ലാലാജി മഹാരാജ് വിശേഷിപ്പിക്കുന്നത്. ഈ രീതിയിലാണ് ആദ്യത്തെ സന്ദേശത്തിൻ്റെ ഏകദേശം ഉള്ളടക്കം. പിന്നീട് രണ്ടാമത്തെ സന്ദേശത്തിലേക്ക് വന്നാൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന പ്രശ്നം, ഒരു ഭാഗത്ത് ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ ത്വര അല്ലെങ്കിൽ അഭിനിവേശം, മറ്റേ ഭാഗത്ത് ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ഉത്കർഷേച്ഛ. ഇപ്പം ജീവിത ലക്ഷ്യവും ആഗ്രഹപൂർത്തീകരണവും തമ്മിലുള്ള വടംവലിയാണ് ആത്മീയ ജീവിതത്തിൽ ഒരു ജീവാത്മാവ് നേരിടുന്ന പ്രധാന പ്രശ്നം. അതിന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ കുറിച്ച് ശരിയായ രീതിയിൽ ഒരു അപഗ്രഥനം ആവശ്യമാണ്. ആഗ്രഹപൂർത്തീകരണത്തിനോടുള്ള അഭിനിവേശം എത്രമാത്രമുണ്ട് നമ്മുടെ ഉള്ളിൽ, ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള അഭിനിവേശം എത്രമാത്രമുണ്ട്, ഇവ തമ്മിലുള്ള അനുപാതം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം, ഇവയെല്ലാം ഈ അനുപാതത്തെ ക്രമീകരിക്കാൻ നമ്മെ സഹായിക്കും. പിന്നീട് നമ്മൾ ഈ യാത്രയിൽ യാഥാർത്ഥ്യവുമായി താതാത്മ്യം പ്രാപിക്കേണ്ട അനിവാര്യത ലാലാജി മഹാരാജ് പറയും. യാഥാർത്ഥ്യവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിനാണ് അദ്ദേഹം സ്വാതന്ത്ര്യം എന്ന് പറയും. ഈ സ്വാതന്ത്ര്യം നമ്മെ നമ്മുടെ യഥാർത്ഥ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സന്ദേശത്തിൻ്റെ ഒരു ആകത്തുക. ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് വന്നാൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം നമ്മളെല്ലാവരും ബാധിക്കുന്നതാണ്. നമുക്കറിയാം, മടി, അലസത, ലേസിനെസ്, തമസ് എന്നൊക്കെ നമ്മൾ പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും നമ്മളെ ബാധിക്കും. അപ്പോൾ ഈ അലസത, മടി, ലേസിനെസ് എന്ന് പറയുന്നതും ജീവിത ലക്ഷ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സന്ദേശത്തിൽ
ഹാജി നമ്മളോട് പറയുന്നു. അപ്പം അദ്ദേഹം അത് തുടങ്ങുന്നത് തന്നെ അദ്ദേഹം ഷാജഹാൻപൂരിലെത്തിയപ്പോൾ ഒരച്ഛനും മകളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അച്ഛൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മിഷനിലെ പ്രിസെപ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. മകളും അഭ്യാസിയാണ്, കൂടെ കുറച്ച് അഭ്യാസികളുമുണ്ട്. അപ്പോൾ മകളാണ് ദാജിയോട് സംസാരിക്കുന്നത്. ദാജി, ഞാൻ കൂടുതൽ ആഴത്തിൽ ആത്മീയതയിൽ മുഴുകണം എന്നാഗ്രഹിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും എല്ലാം ഉണ്ട്. ജീവിത ലക്ഷ്യവും എന്താണെന്നറിയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. അത് അപ്പോൾ തലേ ദിവസം ഇതൊക്കെ അവനവനോട് തന്നെ വാഗ്ദാനം ചെയ്ത് കിടന്നുറങ്ങുമെങ്കിലും പിറ്റേ ദിവസം രാവിലെ എന്തോ ഒരു ശക്തി എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ പിൻവലിക്കും. ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ പിതാവ് ദാജിയോട് പറഞ്ഞു, ദാജി, ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ പരിതസ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദാജി അവരോട് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ പ്രസക്തമായ ചോദ്യം. ഒന്ന്, നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അതായത് സ്നേഹമാണോ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പ്രചോദന ശക്തി? അതായത് നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് അതിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് നിങ്ങൾ അസംതൃപ്തരാണോ? അപ്പോൾ ഈ 2 ചോദ്യം കേട്ടാൽ ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായ 2 ചോദ്യങ്ങളാണ്. ഇത് സ്നേഹവും വേദനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് രണ്ടും 2 എഞ്ചിനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ സ്നേഹമാണ് നമ്മുടെ പ്രചോദന ശക്തിയെങ്കിൽ, ലക്ഷ്യത്തിലേക്കുള്ള പ്രചോദന ശക്തിയെങ്കിൽ, എവിടെയാണോ സ്നേഹമുള്ളത് അവിടേക്ക് ഹൃദയം ഒഴുകാൻ തുടങ്ങും. ഊർജം ആ ദിശയിൽ തന്നെ ഒഴുകും. നമ്മുടെ ശരീരം ആ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. താരതമ്യം എളുപ്പമാണ്. രണ്ടാമത്തെ എഞ്ചിൻ്റെ സ്ഥിതി എന്താണ്? അതിന് പ്രചോദന ശക്തി എന്ന് പറയുന്നത് അസംതൃപ്തിയാണ്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അസംതൃപ്തിയാണ് പ്രചോദനം. അപ്പോൾ അസംതൃപ്തി പ്രചോദനമാകുന്നോ? എന്ത് സംഭവിക്കും? കുറച്ച് ദൂരം പോയി ഈ എഞ്ചിൻ നിന്ന് പോകും. അതായത് ഈ അസംതൃപ്തിക്ക് അല്പം ആശ്വാസം കിട്ടുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റോപ്പാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അസംതൃപ്തിയാണ് നമ്മൾ ജീവിതത്തിലെ പ്രചോദനമെങ്കിൽ മനസ്സ് അല്പദൂരം പോയി യാത്ര അവസാനിപ്പിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ധ്യാനം തുടങ്ങുന്നത്. ചിലർ തലവേദനയുണ്ട്, അത് മാറാൻ ധ്യാനം നല്ലതെന്ന് പറയും. ഡോക്ടർമാർ പല രോഗങ്ങളും മാറാത്ത രോഗങ്ങൾക്കും ഇന്ന് ധ്യാനം ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കും. ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ മാറാനായിരിക്കും ധ്യാനം ചെയ്യുന്നത്. മറ്റ് ചിലപ്പോൾ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ, അതിന് ധ്യാനം ഒരു പരിഹാരം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ധ്യാനത്തിന് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് അസംതൃപ്തിയാണ്. അപ്പോൾ ധ്യാനം തുടങ്ങി കുറച്ച് സമയം കഴിയുന്ന സമയത്ത്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ അസംതൃപ്തിക്ക് അല്പം ആശ്വാസം കിട്ടുമ്പോൾ നമ്മൾ ധ്യാനം നിർത്തിക്കളയും. ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന, നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ
അദ്ദേഹം പറയുന്നത് ഈ ജീവിത ലക്ഷ്യവും ഈ മടി അല്ലെങ്കിൽ അലസത, ലേസിനെസ് എന്ന് പറയുന്നത് തമ്മിലുള്ള ബന്ധം ഇവിടെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ലേസിനെസ് അല്ലെങ്കിൽ മടി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ് നമ്മുടെ ധാരണ. അപ്പോൾ അത് ബലപ്രയോഗത്തിലൂടെ പരിഹരിക്കേണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കുക, മടി അല്ലെങ്കിൽ ലേസിനെസ് അല്ലെങ്കിൽ തമസിനെ. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ മടിയനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് താല്പര്യമുള്ളൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കർമ്മത്തിൽ ഉത്സാഹിയാവും, കർമ്മരംഗത്തിൽ പെട്ടെന്ന് ഉത്സാഹിയാവുന്ന കാണാം. താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവനവനുള്ള താല്പര്യമുള്ള വിഷയത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പം അത് കാണിക്കുന്നത് എന്താണ്? ഊർജം അവിടെ ഉണ്ട്, പക്ഷെ അത് സുഷുപ്തിയിലാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. അതിനൊന്ന് ഉണർത്തിയെടുത്താൽ ഊർജത്തിൻ്റെ പ്രവാഹം നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ, ഒരു കുട്ടി, മടിയനായിട്ടുള്ളൊരു കുട്ടിയെന്ന് വിചാരിക്കുക. മടിയനായിട്ടുള്ള കുട്ടിയുടെ മുമ്പിൽ നമ്മൾ ഐസ്ക്രീം വെച്ച് കൊടുത്തു വയ്ക്കുക. കുട്ടി ഞാൻ മടിയനാണ് അതുകൊണ്ട് കഴിക്കില്ല എന്ന് പറയില്ല. ആ ഐസ്ക്രീം തീരുന്നവരെ കുട്ടി എത്ര ഉത്സാഹിയായിരിക്കും. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ഒരു കുട്ടിക്ക്, മടിയനായ കുട്ടിക്ക് ഇച്ഛാശക്തിയുടെ പ്രയോഗം ആവശ്യമില്ല. അപ്പോൾ ഇച്ഛാശക്തിയുടെ മറ്റൊരു വാക്കാണ് താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇച്ഛാശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ഊർജം ആ ദിശയിൽ പ്രവഹിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആത്മീയ ഭാഷയിൽ നമ്മൾ തമസ് അല്ലെങ്കിൽ ലേസിനെസ് അല്ലെങ്കിൽ മടി എന്നുള്ളതിനെ തമോ ഗുണം എന്നാണ് പറയാം. സാധാരണ ആത്മീയതയിൽ പറയും 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. ഇത് മാറി മാറി പ്രകടമാകുമ്പോഴാണ് ഈ പ്രപഞ്ച നാടകം അരങ്ങേറുന്നതെന്ന് പറയും. ഈ ഓരോ ഗുണങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഇപ്പം സത്വഗുണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യമാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണ്, ദിവ്യത്വമാണ്, ഈശ്വരനാണ് എന്ന് ഉള്ള അറിവ്, അതിനെയാണ് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം നമുക്ക് കിട്ടുമ്പോൾ എന്ത് മനസ്സിലാവും? ആത്മാവിനെ ഒന്നും ബാധിക്കില്ല, അത് പരിപൂർണ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ സത്വഗുണത്തിൻ്റെ പ്രത്യേകതയാണ് സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യം. ഇനി രജോ ഗുണം എന്ന് പറഞ്ഞാലോ ആഗ്രഹപൂർത്തീകരണം, ആഗ്രഹങ്ങളും അതിൻ്റെ പൂർത്തീകരണം, രാഗദ്വേഷങ്ങളും. അതാണ് രജോ ഗുണത്തിൻ്റെ 2 പ്രത്യേകത. തമോ ഗുണം എന്ന് പറഞ്ഞാലോ 3 പ്രത്യേകതകളായിരുന്നു: ആലസ്യം, നമുക്കറിയാം, മടി, നിദ്ര, ഉറക്കം, സുഷുപ്തി, വിസ്മൃതി, മറന്നുപോവുക അല്ല. ആലസ്യം, നിദ്ര, വിസ്മൃതി, ഇതാണ് തമോ ഗുണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം, സ്വാതന്ത്ര്യം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം, നിദ്ര, വിസ്മൃതി. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 7 ഗുണങ്ങളാണ്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ 7 ഗുണങ്ങളുടെ ഒരു സംഗ്രഹമായിട്ട് മാറും. ഈ 7 ഗുണങ്ങൾ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെയാണ്. ഈ സപ്തസ്വരങ്ങൾ പല രീതിയിൽ പ്രകടമാകുമ്പോഴാണ് മനോഹരമായിട്ടുള്ള സംഗീതമായി മാറുന്നത്. നമ്മളൊരു ഹാർമോണിയ പെട്ടിയുടെ 7 കട്ടകൾ, ചില സമയത്ത് ചില കട്ടകൾ അമർത്തും, ചില സമയത്ത് ചില കട്ടകൾ റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇന്ന് മനോഹരമായ സംഗീതം തന്നെ. അതായത് ഈ 7 ഗുണങ്ങൾ, ത്രിഗുണങ്ങളുടെ പ്രത്യേകതകൾ പല രീതിയിൽ പ്രകടമാകുമ്പോഴാണ് ഈ പ്രപഞ്ച നാടകം സംഗീതാത്മകമായിട്ട് അരങ്ങേറുന്നത്. നമ്മുടെ സംസ്കാരങ്ങൾ പ്രകടമാകുന്നത് ജീവിതമായിട്ട്.
ലാലാജി മഹാരാജ് ഇതിനെ മറ്റൊരു തരത്തിൽ പറയും. ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ച പോലെ അദ്ദേഹം പറയാം. പഴയ കാലത്തുണ്ടാവില്ല ഈ ചില്ലുവിളക്കുകൾ, അതിൻ്റെ ഉള്ളിൽ തീനാളം കത്തുന്നുണ്ടാവും. കുറേ കഴിയുമ്പോൾ അതിൽ ചില്ലിൽ കരി പിടിക്കും. അപ്പോൾ ആ തീനാളത്തിനെയാണ് നമ്മൾ സത്വഗുണം എന്ന് പറയാം. ആ കരി പിടിച്ചിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ തമോ ഗുണം എന്ന് പറയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടാവുക? ഇടയ്ക്ക് കുറച്ച് പ്രകാശവും കുറച്ച് കരിയും കൂടി മിക്സായി ഉണ്ടാവും. അതാണ് രജോ ഗുണം. അപ്പോൾ ഈ 3 ഗുണങ്ങളെ ലാലാജി മഹാരാജ് സ്വീകരിക്കുന്നത് അങ്ങനെയാണ്: സത്വം, രജസ്, തമസ്. അപ്പോൾ ഈ കരി പിടിച്ച ഭാഗത്തിനാണ് തമോ ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഈ കരി, ഈ അന്ധകാരത്തിന് കാരണം സത്വഗുണമാണ്. സത്വഗുണത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ് തമോ ഗുണമായിട്ട് മാറുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ തമോ ഗുണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു: ആലസ്യം, നിദ്ര, വിസ്മൃതി എന്ന് പറഞ്ഞു. മടി, ഉറക്കം, സുഷുപ്തി, മറവി. അതായത് ലക്ഷ്യബോധം മറന്നുപോയി. ലക്ഷ്യബോധം മറന്നു പോകുന്നതിനെയാണ് മടി എന്ന് പറയുന്നത്. അപ്പം ആ ലക്ഷ്യബോധം വീണ്ടും ഒന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ജ്വാല അടിയിലുണ്ട്. പഴയ കാലത്തൊക്കെ രാത്രി വീടുകളിൽ അടുപ്പ് കത്തിച്ച് പാചകം ചെയ്യുന്നിടത്ത് ആ അടുപ്പ് കെടാതെ കനലവിടെ സൂക്ഷിക്കും. മീതെ അല്പം ഊമിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കനൽ കാണില്ല, പക്ഷെ അടിയിൽ കനലുണ്ട്, ഊമി മൂടിയിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആ ഊമി നീക്കിക്കഴിഞ്ഞ് ഒന്ന് ഊതിയാൽ വീണ്ടും കനൽ ആളിക്കത്തുന്ന പോലെ. തമോ ഗുണം എന്ന് പറയുന്നത് ലക്ഷ്യബോധം അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കാത്തതിൻ്റെ ഒരു ഭാരം, ഘനീഭവിച്ച ലക്ഷ്യബോധമാണ് തമസ്സായിട്ട് അല്ലെങ്കിൽ അന്ധകാരമായിട്ട് അല്ലെങ്കിൽ മടിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലക്ഷ്യബോധം വളരെ മുന്നിൽ നമ്മൾ കാണുകയാണെങ്കിൽ ആത്മാവ് വളരെ ഉത്സാഹിയായിരുന്നു. ഇപ്പം ലക്ഷ്യബോധത്തിൻ്റെ പൂർത്തീകരിക്കാത്ത ലക്ഷ്യബോധത്തിൻ്റെ ഘനീഭാവം അല്ലെങ്കിൽ ഭാരമാണ് മടി, അലസത അല്ലെങ്കിൽ ലേസിനെസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴേക്കും ഈ അന്ധകാരം മാറിപ്പോകുന്നത്. അതായത് ലക്ഷ്യബോധം മുന്നിൽ കാണുന്ന ഒരു ജീവാത്മാവ് ഉത്സാഹിയായി. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമുണ്ട്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ. ധർമ്മക്ഷേത്രമായിട്ടുള്ള ഈ കുരുക്ഷേത്രത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരുടെയും സേന, 2 സേനകളും പരസ്പരം ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുക. അതാണ് ആദ്യത്തെ ശ്ലോകം. അവിടെ സമവേദായുത്സവ, 2 കൂട്ടരും ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്: പരസ്പരം കൊല്ലാനും യുദ്ധത്തിൽ വിജയിക്കാനും. അപ്പോൾ ഉദ്ദേശം വളരെ വ്യക്തമായതുകൊണ്ട് സമവേദായുത്സവമാണ്. അവർ ഉത്സാഹികളാണ്. വളരെയധികം ഉത്സാഹമുണ്ട് 2 ഭാഗത്തുള്ള ആളുകൾക്കും എന്ന് പറയുന്നത്. അതായത് ഉദ്ദേശം വളരെ വ്യക്തമാകുന്ന സമയത്ത് ആത്മാവ് സ്വാഭാവികമായിട്ടും ഉത്സാഹിയായിരിക്കുന്നു. ഇവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ്. ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും, ധർമ്മവും കർമ്മവും ഒന്നിക്കുന്ന സമയത്ത്, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മധർമ്മമാണ്, ജീവിത ലക്ഷ്യമാണ് ധർമ്മം. അപ്പോൾ ആ ധർമ്മം, അതിനനുസരിച്ചുള്ള കർമ്മം, അതായത് ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള കർമ്മത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പരിശ്രമം നടത്തുകയാണെങ്കിൽ നമ്മൾ സ്വമേധയാ ഉത്സാഹിയായിരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം. അപ്പോൾ ഇതേത് രീതിയിൽ നമുക്ക് പറയാം. അതായത് ഉദ്ദേശം വളരെ വ്യക്തമാണെങ്കിൽ, പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ജീവാത്മാവിന് വ്യക്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടത് ഉത്സാഹിയായിരിക്കും. ബാബുജി മഹാരാജ് പറയാറുണ്ട്, ആത്മാവ്
എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്വേഷണങ്ങൾക്കും കാരണം അതാണ്. ആത്മാവ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാക്ഷിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അഭിനിവേശം എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യമാണ്, ഉത്കർഷേച്ഛയാണ്, ജീവിത ലക്ഷ്യമാണ്. പക്ഷേ ഈ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം ആത്മാവ് മറന്നുപോയി. അപ്പം അതിനെ വീണ്ടും അത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറയും, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ 10 നിർദ്ദേശങ്ങളിൽ 3-ാമത്തെ നിർദ്ദേശം, ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കരുത്. ഇതാണ് നിർദ്ദേശം. ഫിക്സ് യുവർ ഗോൾ which should be complete oneness with the God. Rest not till the goal is achieved. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വം അല്ലെങ്കിൽ താതാത്മ്യം, ദിവ്യത്വവുമായിട്ടുള്ള താതാത്മ്യമാണ് ജീവാത്മാവിൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം. അത് നേടിയെടുക്കുന്നവരെ വിശ്രമിക്കരുത് എന്നാണ് നിർദ്ദേശം. പക്ഷെ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക വെച്ചാൽ, മറ്റ് പലതുമായിട്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കും. ജീവിതത്തിൽ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിന് പകരം, ദിവ്യത്വവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കി എടുക്കുന്നതിന് പകരം ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ മറ്റു പലതുമായിട്ടും നമ്മൾ താതാത്മ്യം പ്രാപിക്കും. ഉദാഹരണത്തിന് നമ്മളുടെ വീട്, നമ്മളുടെ ഭാര്യ, കുട്ടികൾ, നമ്മൾ ചെയ്യുന്ന ജോലി, സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിലപിടിപ്പുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വിലപിടിപ്പുള്ള നമ്മളെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ, ഇതുമൊക്കെ ആയിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം, ഇതുമൊക്കെ ആയിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോന്നായിട്ട് താതാത്മ്യം പ്രാപിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് പകരം അനിത്യമായിട്ടുള്ള മറ്റ് സംഗതികളുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴും നമ്മൾ ജീവിതത്തിനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിരീക്ഷണം ഭാഗികമായിരിക്കും. നമ്മൾ കാണുന്ന കാഴ്ച ഭാഗികമായിരിക്കും, അല്ലെങ്കിൽ ഒരു മായാലോകത്തിലായിരിക്കും. നമ്മൾ യാഥാർത്ഥ്യമല്ല നമ്മൾ കാണുന്നത്, ഭാഗികമായിട്ടുള്ള യാഥാർത്ഥ്യമായിരിക്കും നമ്മൾ കാണുന്നത്. അതിനെയാണ് മായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തമസ്, അല്ലെങ്കിൽ മടി എന്ന് പറയുന്നത്. ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ എന്തുമായിട്ടാണോ താതാത്മ്യം പ്രാപിക്കുന്നത്, അതിനനുസരിച്ച് ഈ മായ നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, ലക്ഷ്യപ്രാപ്തി വരെ ശ്രമിക്കരുത് എന്ന് പറയാം. അപ്പോൾ ഈ ലക്ഷ്യം നമ്മൾ ഉണർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലക്ഷ്യം മുന്നിൽ കാണുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുക എന്നുള്ളതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം ലക്ഷ്യബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജാപ്പനീസ് ഒരു പഴമൊഴിയുണ്ട്, ഇക്കിഗായ് എന്ന് പറയും. ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന്. ഉദ്ദേശശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ജാപ്പനീസിനെ കുറിച്ചാണ് പറയുക, അവർ ദീർഘായുസായിരിക്കുന്നു. അപ്പോൾ ഉദ്ദേശശുദ്ധി ദീർഘായുസിലും കാരണമാകും എന്ന് പറയും. അപ്പോൾ ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നർത്ഥം. അപ്പോൾ ജീവിത ഉദ്ദേശം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുക, ധ്യാനം ചെയ്യുക എന്നുള്ളതൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഓരോ പ്രാവശ്യം നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴും ഈ ജീവിത ലക്ഷ്യം നമ്മെ കൂടുതൽ കൂടുതൽ ഓർമ്മപ്പെടുത്തും. എങ്ങനെ?
ധ്യാനാനുഭവങ്ങളായിട്ട് സമാധിയുടെ രൂപത്തിൽ നമ്മളുടെ മനസ്സ് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ ശാന്തമാവും, കൂടുതൽ സംതൃപ്തമാവും. ഇതെല്ലാം സൂചനയാണ് നമ്മൾ പോകുന്ന ദിശ ശരിയായ രീതിയിലാണ്. അപ്പോൾ ആത്മാവ് നമ്മളെ കൂടുതൽ കൂടുതൽ ശാന്തി തന്ന് അനുഗ്രഹിക്കും. അപ്പോൾ ഓരോ ദിവസത്തെ ധ്യാനാനുഭവങ്ങളിലും ജീവിത ലക്ഷ്യം നമ്മളുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. അതുപോലെ സത്സംഗം, അതായത് ജീവിത ലക്ഷ്യം ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ജീവിത ലക്ഷ്യം ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ തരംഗങ്ങൾ നമ്മളെ ഹൃദയത്തെ ബാധിക്കും. നമ്മളും അതുപോലെ ഉത്സാഹികളായി മാറും. ജീവിത ലക്ഷ്യം നമ്മളുടെ ഉള്ളിൽ ഉറയ്ക്കുന്നു. അതാണ് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അനിവാര്യത. അങ്ങനെ ആ ജീവിത ലക്ഷ്യം ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ തരംഗങ്ങളെയാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ സംപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അനിവാര്യതയാണത്. ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അനിവാര്യത ഇവിടെ വളരെ പ്രകടമാണ്. ബോധപൂർവം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അനിവാര്യമാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഉത്സാഹത്തോടെ വെക്കേണ്ടതുണ്ട്, താല്പര്യത്തോടെ. ബാബുജി മഹാരാജ് പറയും, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഈശ്വരൻ്റെ നേരെ വെച്ചാൽ ഈശ്വരൻ 10 സ്റ്റെപ്പ് നിങ്ങളുടെ നേരെ വയ്ക്കും. എന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 അടിയോ 2 അടിയോ ആയിരിക്കാം. പക്ഷേ ഈശ്വരൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാമനൻ 3 സ്റ്റെപ്പ് കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തിയ പോലെയാണ്. ബോധപൂർവം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം വളരെ അനിവാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ട്രയൽ എന്നുള്ളൊരു വാക്കുണ്ട്, അറ്റംപ്റ്റ് എന്നുള്ള വാക്ക്. ട്രയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാലോ പരിപൂർണമായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ട്രയൽ ചെയ്യുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പരാജയം ഒളിഞ്ഞിരിക്കുന്നു. അറ്റംപ്റ്റ് അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ഹൃദയവും അതിലുണ്ടായിരിക്കും. ഇപ്പോൾ ഊർജപ്രവാഹം ആ ദിശയിലായിരിക്കുന്നത്. അതായത് പരിപൂർണ ഹൃദയത്തോടു കൂടിയിട്ടുള്ള പരിശ്രമം അനിവാര്യമാണ്. ദാജി പറയും, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ വീട്ടിൽ ട്രെഡ്മില്ലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ആ ട്രെഡ്മിൽ കാണും, വിചാരിക്കും, ഇനി ഇതിൽ 30 മിനിറ്റ് ഈ ട്രെഡ്മില്ലിൽ കയറണ്ടേ, നാളെ ആവാം എന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, 3 മിനിറ്റ് മതി വിചാരിച്ച് തുടങ്ങുക, 3 മിനിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കയറിക്കഴിഞ്ഞാൽ ആ 3 മിനിറ്റ് പതുക്കെ പതുക്കെ നീണ്ട് 30 മിനിറ്റ് ആയിക്കോളും. അപ്പം അദ്ദേഹം പറഞ്ഞ ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് പരിപൂർണ ഹൃദയത്തോടു കൂടി നമ്മളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ പ്രകൃതിയുടെ പ്രത്യേകത, ഊർജം ആ ഡയറക്ഷനിൽ വന്ന് ആ കാര്യം കംപ്ലീറ്റ് ആകും. അപ്പോൾ ബോധപൂർവമുള്ള പരിപൂർണ ഹൃദയത്തോടുള്ള പരിശ്രമം അനിവാര്യമാണെന്ന് പറയാം. ഭഗവത്ഗീതയിലും അത് പറയുന്നുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചൻ. കർമ്മം ചെയ്യേണ്ട അനിവാര്യതയെക്കുറിച്ച് പറയുന്നത്, ജീവാത്മാവ് കർമ്മത്തിലാണ് നിലനിൽക്കുന്നത്. കർമ്മം ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. കർമ്മബലത്തിൽ ആഗ്രഹം പാടില്ല എന്നാണ് ഈ ശ്ലോകത്തിനർത്ഥം. ഇവിടെ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്കർമ്മമാണ്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം, ആത്മധർമ്മം. അതായത് ജീവിത ലക്ഷ്യം മുൻനിർത്തി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഭഗവത്ഗീത ഈ കർമ്മണ്യേവാധികാരസ്തേ എന്നുള്ളതിൽ പറയുന്നു. അപ്പോൾ ജീവിത ലക്ഷ്യം മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ ആത്മവിദ്യ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്, അതിൻ്റെ ബലം നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. കാരണം അതിൻ്റെ ബലം പ്രപഞ്ചത്തിന് മുഴുവനുള്ളതാണ്. കാരണം അത് ജീവിതധർമ്മമാണ്. അപ്പോൾ
അങ്ങനെയുള്ള കർമ്മത്തിന് ഉത്സാഹത്തോടു കൂടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ പ്രകൃതി ഊർജപ്രവാഹം ആ ഡയറക്ഷനിലാക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബോധപൂർവമായ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. മടി അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ ലേസിനെസ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കാത്ത ജീവിത ഉദ്ദേശത്തിൻ്റെ ഒരു ഭാരമാണ് നമുക്ക് മടിയുടെ അനുഭവം. ശരിയായ ദിശാബോധത്തോടു കൂടി നമ്മൾ ആദ്യത്തെ കാൽവെപ്പ് വയ്ക്കുന്നതോട് കൂടിയിട്ട് ഈ അന്ധകാരം അല്ലെങ്കിൽ തമസ്, മടി നമ്മളെ വിട്ടുപോകും. ജീവിതയാത്ര അല്ലെങ്കിൽ ആത്മീയ യാത്ര വളരെ സുഗമമായിരിക്കും. താങ്ക് യു. നമസ്കാരം.